നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നലെ ഉസ്ബെക്കിസ്ഥാനെതിരെ ഇരട്ട ഗോളുകൾ നേടിയിട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ ക്യാമറയെ നോക്കിയിട്ട് ഐ ആം ബാക്ക് എന്ന ആവേശത്തോടു കൂടി പറയുന്നുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ? നമുക്കറിയാം, മേജർ ടൂർണമെൻറ്റുകളിലെ തുടർച്ചയായ 10 മത്സരങ്ങളിൽ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് പോർച്ചുഗലിനായിട്ട് ഗോൾ നേടാൻ പറ്റിയിരുന്നില്ല. ആ 10 മത്സരങ്ങളുടെ ഗോൾ ഡ്രൗട്ട് അദ്ദേഹം അവസാനിപ്പിച്ചുകൊണ്ട് ഇൻ സ്റ്റൈൽ ഇരട്ട ഗോളുകൾ ഉസ്ബെക്കിസ്ഥാൻ്റെ വലയിലേക്ക് അങ്ങ് അടിച്ചു കയറ്റി. അതാണ് അദ്ദേഹം പറഞ്ഞത്, ഞാനിതാ തിരിച്ചെത്തിയിരിക്കുന്നു. എന്നാൽ അദ്ദേഹം പ്ലെയർ ഓഫ് ദി മാച്ചായി. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു. മിക്സഡ് സോണിൽ അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു. അങ്ങനെ CR7 മൊത്തം പ്രതികരണങ്ങൾ പലയിടത്തു നിന്നായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് പരിശോധിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ടത് ക്രിസ്ത്യാനോ പറയുന്നത് എന്തുകൊണ്ടാണ് ക്യാമറയെ നോക്കി ഐ ആം ബാക്ക് എന്ന് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് യെസ്, സോ പീപ്പിൾ ഡു നോട്ട് ഫോർഗെറ്റ്, ആളുകൾ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, എന്നോട് റിട്ടയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞവരുണ്ട്, ബട്ട് ഐ ആം ഹിയർ, ഞാനിതാ ഇവിടെ തന്നെയുണ്ട്. പുറത്തു നിന്നുള്ള നോയ്സുകൾ നമുക്ക് എല്ലായ്പ്പോഴും ഇങ്ങനെ തന്നെയായിരിക്കും, നമുക്ക് തടയാൻ പറ്റില്ല. ബട്ട് വി ക്യാൻ കൺട്രോൾ, വി കീപ് ഗോയിങ് ആൻഡ് വി ആർ യുണൈറ്റഡ്. ടീം ഒത്തൊരുമയോടുകൂടി നിൽക്കുകയാണ് എന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോ പറയുന്നു. അതോടൊപ്പം അദ്ദേഹം പറയുന്ന വാക്കുകളുണ്ട്, എനിക്കറിയാവുന്ന കാര്യം, ആര് ഹാർഡ് വർക്ക് ചെയ്തോ ദൈവം അവരെ സഹായിക്കും. ഒരു ടഫ് വീക്കാണ് ഞങ്ങൾക്ക് കടന്നുപോയത്, പക്ഷേ തീർച്ചയായിട്ടും ആര് ഹാർഡ് വർക്ക് ചെയ്തോ അവരെ സഹായിക്കാൻ ദൈവമുണ്ടാകും എന്നെനിക്ക് ഉറപ്പുണ്ട് എന്നുകൂടി ക്രിസ്ത്യാനോ റൊണാൾഡോ പറഞ്ഞു വെക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പല ഘട്ടങ്ങളിലായിട്ടുള്ള വാക്കുകൾ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു കെച്ചപ്പ് ബോട്ടിൽ ഓപ്പൺ ആകുന്ന സംഭവം ഉണ്ടല്ലോ, അത് ക്രിസ്ത്യാനോ നേരത്തെയും ഈ ഇൻ്റർവ്യൂകളിൽ പറഞ്ഞതാണ്. നമ്മളിപ്പോൾ ഒരു കെച്ചപ്പ് ഇങ്ങനെ എടുക്കുമ്പോൾ അതിങ്ങനെ കട്ടിയായിട്ട് നിൽക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ പ്രസ് ചെയ്താൽ വരില്ല, അത് ഒരു അല്പം ഇങ്ങനെ പുറത്തേക്ക് വന്നാൽ പിന്നെ എല്ലാം കൂടെ ഇങ്ങോട്ട് പുറത്തേക്ക് വരുന്ന ഒരു അവസ്ഥയുണ്ടാവും. അപ്പോൾ അതാണ് അദ്ദേഹം പറയുന്നത്, കെച്ചപ്പ് ബോട്ടിൽ തുറക്കുന്ന പോലെ ഗോളുകൾ വരികയാണെന്നുള്ള ചോദ്യം, അതിൻ്റെ മറുപടിയൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ പുത്തൻ റെക്കോർഡ് അദ്ദേഹം ഇട്ടിരിക്കുന്നു, തുടർച്ചയായിട്ടുള്ള 6 വേൾഡ് കപ്പുകളിൽ ഗോളടിച്ച ആദ്യ താരം. അതോടൊപ്പം തന്നെ പോർച്ചുഗലിന് വേണ്ടി ഏറ്റവും അധികം ഗോളുകൾ നേടിയ വേൾഡ് കപ്പിൽ നേടിയ താരമെന്ന റെക്കോർഡ് യുസേബിയയിൽ നിന്ന് അദ്ദേഹം സ്വന്തമാക്കി. അപ്പോൾ ഇത്തരം റെക്കോർഡുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയുള്ള ചോദ്യമാണ്. അപ്പോൾ അദ്ദേഹത്തോടുള്ള ചോദ്യം ഐ ആം ബാക്ക് എന്ന് പറയുമ്പം അത് ആളുകൾ മറക്കാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ക്രിറ്റിസിസത്തിനുള്ള മറുപടി, ഒരുപാട് വിമർശനങ്ങൾ കഴിഞ്ഞ ആഴ്ചകളൊക്കെ കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഓൾവേസ് ഞാൻ വിമർശനങ്ങൾ കേൾക്കുന്നുണ്ട്, പക്ഷേ 23 കൊല്ലങ്ങളായിട്ട് ഇങ്ങനെയാണ്, ഞാനിവിടെ ഉണ്ട് 23 വർഷങ്ങളായിട്ട്. കൂടുതൽ റെക്കോർഡുകൾ നേടിയതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു, ഞാൻ വളരെ സന്തോഷത്തിലാണ്, പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ടീം നന്നായിട്ട് വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. ആ ഒരു കോൺഫിഡൻസ് ടീമിനുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ വീക്കിൽ കടന്നുപോയത് ഒരുപാട് കാര്യങ്ങളിലൂടെ കടന്നുപോയി. അത് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടേറിയ ഒന്നായിരുന്നു, പക്ഷേ ടീം വളരെ മികച്ച രൂപത്തിൽ തന്നെ കാര്യങ്ങൾ ചെയ്തു, ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തു. നമ്മൾ പറയാറില്ലേ സാധാരണ സിൽവർ ലൈനിങ് എന്നുള്ളത്, എവറി ക്ലൗഡ് ഹാസ് എ സിൽവർ ലൈനിങ് എന്ന് പറയാറില്ലേ, സാധാരണ പറയാറില്ല, അതുപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു. പിന്നെ എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ, റെക്കോർഡുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ, എല്ലായ്പ്പോഴും റെക്കോർഡുകൾ മറികടക്കുക എന്നുള്ളത് നല്ല കാര്യമാണ്, പക്ഷേ എൻ്റെ ഗോൾ അതൊന്നുമല്ല. ദേശീയ ടീമിനെ സഹായിക്കുക, ദേശീയ ടീമിൻ്റെ ലക്ഷ്യങ്ങൾ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു റൗണ്ട് കടന്ന് മുന്നോട്ട് പോകണം. 4 പോയിൻറ്റുകളാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഞാൻ വളരെ ഹാപ്പിയാണ് എന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോ പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തോട് ആ ഒരു കെച്ചപ്പ് ബോട്ടിൽ ഓപ്പൺ, അതുപോലെയാണ് ഗോളുകൾ ഇനി അങ്ങ് തുടരെ വരുമോ എന്ന് ചോദിക്കും. അദ്ദേഹത്തിൻ്റെ മറുപടി, ഐ നോ ഇറ്റ്, ദൈവം ഹാർഡ് വർക്ക് ചെയ്യുന്നവരെ സഹായിക്കും, എൻ്റെ ടീംമേറ്റ്സ് എന്നെ സഹായിക്കുന്നു. തീർച്ചയായിട്ടും ബുദ്ധിമുട്ടേറിയ ഒരു ഡാർക്ക് വീക്കിലൂടെ ഞങ്ങൾ കടന്നുപോയി. പലരും പറഞ്ഞു ഞാൻ ഓൾറെഡി ഫുട്ബോളിൽ നിന്ന് റിട്ടയർഡ് ആവാൻ ആയിട്ടുണ്ട് എന്നുള്ളത്, ബട്ട് ഐ ഹെൽഡ് ഓൺ എല്ലായ്പ്പോഴും എന്ന പോലെ തന്നെ. കാരണം ഞാൻ വിശ്വസിക്കുന്നു ഹാർഡ് വർക്കിൽ, മറ്റെല്ലാറ്റിനേക്കാളും ഞാൻ ഹാർഡ് വർക്കിൽ വിശ്വസിക്കുന്നു. ഇത് ബുദ്ധിമുട്ടേറിയ സമയമായിരുന്നു, പക്ഷേ വി ആർ ബാക്ക് എന്നുകൂടി ക്രിസ്ത്യാനോ റൊണാൾഡോ വളരെ ശക്തമായ ഭാഷയിൽ തന്നെ പറയുന്നുണ്ട്. അതിനുശേഷം പിന്നീട് അദ്ദേഹം ആ ഒരു മിക്സഡ് സോണിൽ വെച്ച് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഈ രൂപത്തിലാണ് ഞങ്ങൾ കളിക്കുന്നതെങ്കിൽ ഞങ്ങളെ തടയുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നുകൂടി ക്രിസ്ത്യാനോ റൊണാൾഡോ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഏതായാലും ക്രിസ്ത്യാനോ ഒക്കെ വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ മൂവ്മെൻറ്റുകൾ കൺട്രോൾ ചെയ്യാനും അതിലൂടെ റിസൾട്ട് ഉണ്ടാക്കാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് ടീമിൻ്റെ ആ ഒരു യൂണിറ്റി, മറ്റു കാര്യങ്ങളൊക്കെ, സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിട്ടുള്ള കമൻറ്റുകൾ, മറ്റു കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത്, സ്വാഭാവികമായിട്ടും ഇങ്ങനെ കാര്യങ്ങൾ സംഭവിക്കാം, പുറത്തിങ്ങനെ കാര്യങ്ങൾ സംഭവിക്കാം, അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ വളരെയധികം ശക്തമായിട്ട് ഒത്തൊരുമയോടുകൂടി തന്നെയാണ്
മുന്നോട്ട് പോകുന്നത് എന്ന് തന്നെ അദ്ദേഹം എടുത്ത് പറയുന്നുണ്ട്. ഒരു ഡിഫിക്കൽട്ട് വീക്ക് കടന്നിട്ട് CR7 സംഘവും വിജയിച്ച് കയറിയതിൻ്റെ സന്തോഷത്തിലാണ് ആരാധകരുള്ളത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ്റ്റോക്സ് വീഡിയോ എത്താം.